അനുചരന്മാർ ആത്മാർത്ഥമായി സ്നേഹിച്ച് കൊതിതീരാത്ത ലോകചരിത്രത്തിലെ ഒരേ ഒരു നേതാവേ ഉള്ളൂ. അത് പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ശത്രുതയും വൈരവും മൂത്ത് തലകൊയ്യാൻ വന്ന പലരും അവിടുത്തെ തണലായി മാറി. അവരുടെ ജീവനും ജീവിതവും ആ തിരുസവിധത്തിൽ സമർപ്പിക്കപ്പെട്ടു. അവരിൽ പ്രധാനിയായ ഒരു സ്വഹാബിയാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. മക്ക വിജയത്തിന് ശേഷം മക്കയിലുള്ള വിശ്വാസികൾക്ക് മതബോധം നൽകുന്നതിനായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദ് തങ്ങളെ മക്കയിൽ നിയോഗിച്ചു. മുആദ് തങ്ങളുടെ ആഗ്രഹം ഹബീബായ തങ്ങളോടൊത്ത് എപ്പോഴും സഹവസിക്കാനായി. പക്ഷേ ഈ ദൗത്യം പൂർത്തീകരിക്കാതെ ഇനി മടങ്ങാനും സാധ്യമല്ല. അങ്ങനെ ദൗത്യം പൂർത്തീകരിച്ച് തിരുമദീനത്തേക്ക് മുആദ് തങ്ങളെത്തി. ശിഷ്ടകാലം ഹബീബിനോടൊത്ത് ആ സ്നേഹസ്വരൂപന്റെ തണലിൽ കഴിയാനായിരുന്നു ആഗ്രഹം. അങ്ങനെ കഴിഞ്ഞു വരവെയാണ് യമനിൽ നിന്നും ഒരു രാജകുടുംബാംഗം ഹബീബായ തങ്ങളെ സന്ദർശിക്കാൻ വന്നത്. അവർ ദിനം പ്രതിയുള്ള വിശ്വാസികളുടെ വർധനവിന്റെ സന്തോഷം ഹബീബായ തങ്ങളെ അറിയിച്ചു. ആ വാർത്ത കേട്ട ഹബീബായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആനന്ദ നിർവൃതിയിലായി. തിരിച്ചു പോകാൻ നേരം ആ യമനി രാജകുടുംബാംഗങ്ങൾ ഹബീബായ തങ്ങളോട് ഒരു കാര്യം ഉണർത്തി. ഞങ്ങളുടെ നാട്ടിൽ ഇനി കുറച്ചു പേർ കൂടിയുണ്ട്. അവർ സംശയാലുക്കളാണ്. അവർക്ക് കൃത്യമായ മതബോധം നൽകാൻ ഒരാളെ അങ്ങ് അവിടേക്ക് അയച്ചു തരണമെന്ന് പറഞ്ഞു. ഹബീബായ തങ്ങൾ കുറച്ചു നേരം ഒന്ന് ആലോചിച്ചു. ശേഷം മുആദ് തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ മുആദ്, അങ്ങ് യമനിലേക്ക് പോകണം. അവിടെയുള്ള വിശ്വാസികളെ ഖുർആനും ഹദീസും പഠിപ്പിച്ച് നല്ല രൂപത്തിൽ പരുവപ്പെടുത്തിയെടുക്കണം. ഈ വാർത്ത ആദ്യം കേട്ടപ്പോൾ മുആദ് തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി. കാരണം ഹബീബായ തങ്ങളെ പിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ്. പക്ഷേ ഈ ദൗത്യം തന്നെ ഏൽപ്പിച്ചത് അവിടുത്തെ മഹബത്ത് കൊണ്ടാണല്ലോ, സ്നേഹം കൊണ്ടാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ മുആദ് തങ്ങൾ അതിന് തയ്യാറായി. നാട്ടിലുള്ളവരെല്ലാം ആ വാർത്തയറിഞ്ഞു. അവിടുത്തെ സ്നേഹിതന്മാരെല്ലാം ഒത്തുകൂടി. അങ്ങനെ യാത്രാ ദിവസം വന്നെത്തി. രാജകുടുംബാംഗങ്ങളോടൊപ്പം മുആദ് തങ്ങളും യാത്ര തുടങ്ങാൻ പോവുകയാണ്. രാജകുടുംബാംഗങ്ങളടങ്ങിയ ഒട്ടകസംഘം ആദ്യം പുറപ്പെട്ടു. അതിൻ്റെ തൊട്ടു പിറകെയായി മുആദ് തങ്ങളും ഒട്ടകപ്പുറത്ത് കയറുകയാണ്. ഹബീബായ തങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് മുആദോരെ ആ ഒട്ടകപ്പുറത്തേക്ക് ആനയിച്ചു. ഹബീബായ തങ്ങൾ മുആദോരുടെ മുഖത്തേക്ക് നോക്കാതെ തന്നെ, യാ മുആദ്, നിങ്ങൾ പോയി വരിക, നിങ്ങൾ അവർക്കുമേൽ നന്മയിൽ വർത്തിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകി. അവിടുത്തെ അനുചരന്മാരും ആ യാത്രാ സംഘത്തെ കുറേയധികം അനുഗമിച്ചു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുആദോരുടെ ഒട്ടകത്തിന് സമീപത്തായിരുന്നു. മുആദ് ഹബീബായ തങ്ങളെ ഒന്ന് നോക്കി. അവിടുത്തെ മുഖത്ത് സങ്കടത്തിൻ്റെ അടയാളങ്ങൾ പ്രകടമായി. മുത്തുനബിക്ക് ഇതെന്തു പറ്റി, വല്ലാത്ത സങ്കടഭാവമുണ്ടല്ലോ എന്ന് നനച്ചിരിക്കെയാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു, യാ മുആദ്, നിങ്ങൾ യമനിലേക്ക് പോവുകയാണ്. അവിടെയുള്ളവരെ കൃത്യമായ ദീൻ പഠിപ്പിക്കണം. ഒന്ന് നിർത്തിയതിനു ശേഷം പറഞ്ഞു, മുആദ്, ഒരുപക്ഷെ അടുത്ത വർഷം ഞാൻ ഉണ്ടാകണമെന്നില്ല. എൻ്റെ മിമ്പറിൻ്റെയും ഖബറിൻ്റെയും ഇടയിൽ കൂടെ നിങ്ങൾ നടന്നു പോയിട്ടുണ്ടാകും. ഇത് കേട്ടപ്പോൾ തന്നെ മുആദ് യാ റസൂലല്ലാഹ് എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴെ ഇറങ്ങി. ഹബീബായ തങ്ങളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. ഹബീബായ തങ്ങളും കരഞ്ഞു. ഈ രംഗം കണ്ടു നിന്ന തിരുസുഹാബത്തും കരഞ്ഞു. കാരണം ഇനി തിരിച്ചു വരുമ്പോൾ ആ സ്നേഹസ്വരൂപനെ കാണാൻ കഴിയുകയില്ല എന്ന് പറയുന്നത് തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന പ്രതീതിയാണ്. അത് തിരിച്ചറിഞ്ഞ ആ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു കണ്ണീർ കയത്തിലായി. അങ്ങനെ ഒരുവിധം ശാന്തമായതിനു ശേഷം ഹബീബായ തങ്ങൾ ആശ്ലേഷിച്ചു. മുആദോരെ യാത്രയാക്കി. അവസാനം അവിടുന്ന് സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം മുആദ് തങ്ങൾ മദീനത്തെത്തി. ഹബീബില്ലാത്ത മദീനയായിരുന്നു അത്. മുആദോർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ ഖബറു ഷരീഫിനു ചാരെ പൊട്ടിക്കരഞ്ഞു. എന്തൊരു സ്നേഹമല്ലേ! അല്ലാഹു നമുക്കെല്ലാവർക്കും തിരു ഹബീബിനെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും അനുധാവനം ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി നിലയിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.